ലോകത്തിൽ നമ്മളെല്ലാവരും വിശ്വാസമുള്ളവരാണ്, വിശ്വാസത്തിന്റെ സന്തതികളാണ്. വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്. വിശ്വാസം എന്ന ഒരു വിഷയം ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. ശരിയാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്. ആർക്കാ വിശ്വാസമില്ലാത്തത്? ദൈവമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്നു, കർത്താവ് സ്വർഗത്തിൽ വസിക്കുന്നെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നാം ദൈവത്തിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നതൊക്കെയും ദൈവം നമുക്ക് തരുന്നു എന്നും നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നും വിശ്വസിക്കുന്നു. എന്നാൽ ആ വിശ്വാസത്തെക്കാൾ കൂടുതൽ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ചിന്താമഗ്നനാക്കുന്നതായ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് മോശ ഫറവോന്റെ അടുത്ത് എന്ന് പറഞ്ഞതായ ഒരു വിശ്വാസത്തിന്റെ വാക്കാണ്. അതൊരു ഭയങ്കര വാക്കായിരുന്നു. നമുക്കറിയാമോ, പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ മോശ സകല ധൈര്യവും സംഭരിച്ചുകൊണ്ട് ഒരു ദിവസം ഫറവോനോട് ചെന്ന് പറഞ്ഞു, അല്ലയോ ഫറവോനെ, ഞാൻ നിന്റെ ജനത്തിനും എൻ്റെ ജനത്തിനും തമ്മിൽ ഒരു വ്യത്യാസം വയ്ക്കുന്നു, ഒരതിർ വയ്ക്കുന്നു. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. അതെത്ര ചങ്കൂറ്റമുള്ള ഒരു വാക്കാണെന്നറിയാമോ? എന്താണ് ഈ മിസ്രൈമ്യർക്കും ഇസ്രായേലിയർക്കും തമ്മിൽ വെച്ചതായ വ്യത്യാസം എന്താണ്? മോശ അങ്ങനെ പറഞ്ഞപ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ളതായ വാക്യത്തിൽ ദൈവം ഒരു കൺഫർമേഷൻ കൊടുക്കുകയാണ്. 24-ാം വാക്യത്തിൽ മോശ പറഞ്ഞതുപോലെ ദൈവം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, പത്രോസിനോട് ഒരു ദിവസം കർത്താവ് പറഞ്ഞു, പത്രോസേ, നീ ഈ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഈ ഭൂമിയിൽ നീ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്താൽ വയ്ക്കുന്നതായ വ്യത്യാസമാണ് നമ്മെ വ്യത്യസ്തമായ അനുഭവത്തിൽ കൂടെ നമ്മെ നടത്തുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കേവലം വിശ്വസിക്കുന്നു എന്നുള്ളതായ ഒരു പ്രത്യേകം മാത്രമല്ല, വിശ്വസിക്കുന്നവരുടെയും വിശ്വസിക്കാത്തവരുടെയും തമ്മിലുള്ളതായ വ്യത്യാസം ലോക മനുഷ്യരുടെയും അല്ലെങ്കിൽ ഫറവോന്റെ ജനത്തിൻ്റെയും ഇസ്രായേൽ ജനത്തിൻ്റെയും തമ്മിൽ ഉള്ളതായ ആ വ്യത്യാസം അതൊന്ന് അനുഭവിച്ചറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ വ്യത്യാസം എന്നറിയാമോ? ഈ ഫറവോന്റെ ജനത്തിന് എപ്പോഴും മനസ്സിന് കാഠിന്യമായിരിക്കും. ഒന്നിന്റെ മേലൊന്ന് അവർ കഠിനപ്പെട്ടുകൊണ്ടിരിക്കുക. നോക്കൂ, മോശ കാണിച്ചതായ അത്ഭുതങ്ങളൊക്കെയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അവന്റെ ഹൃദയം പിന്നെയും കഠിനപ്പെട്ടു. എന്നാൽ മോശയെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ എന്താണെന്നറിയാമോ? പെട്ടെന്ന് അന്ന് വൈകുന്നേരത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് കവിട് വീണ്, അയ്യോ യഹോവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നതായ ഒരു വലിയ ഒരു മനസ്താപത്തിന്റെ മനസ്സ്. അതാണ് മിസ്രൈമ്യർക്കും ഇസ്രായേലിയർക്കും തമ്മിലുള്ളതായ വ്യത്യാസം. ദൈവം പഠിപ്പിച്ച വ്യത്യാസമാണ്, ദൈവം വരുത്തി വെച്ചതാ. മോശ പറഞ്ഞു, മോശ ഫറവോനോട് വിശ്വാസത്താൽ പറഞ്ഞു, എൻ്റെ ജനത്തിനും നിന്റെ ജനത്തിനും തമ്മിൽ ഞാനിതാ ഒരു വ്യത്യാസം വയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്റെ ജനത്തിന്റെ ഹൃദയത്തിന്റെ കാഠിന്യമാണെങ്കിൽ എൻ്റെ ജനത്തിന് ഹൃദയത്തിന്റെ മനസ്താപമാണ്. അവർ നിലവിളിക്കുന്നു, അവർ കണ്ണുനീരൊഴുക്കുന്നു. കർത്താവ് പറയുന്നു, എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ കണ്ണുനീര് ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. ആ നിലവിളിയിൽ ഒരു പശ്ചാത്താപമുണ്ട്, ആ നിലവിളിയിൽ ഒരു മാനസാന്തരമുണ്ട്. ക്ഷമിക്കണമേ കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ വിടിവിക്കണമേ എന്നൊരു പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. അതേ ദൈവം മോശ ദൈവജനത്തിന്റെയും മിസ്രൈം ജനത്തിന്റെയും ഇടയ്ക്ക് ഒരു വ്യത്യാസം കൽപ്പിച്ചപ്പോൾ ദൈവം അങ്ങനെ ചെയ്തു എന്നും വായിക്കുന്നു. എന്നാൽ ദൈവം മോശ പറയാതെ വേറൊരു കാര്യം ചെയ്തു. എന്താണെന്നറിയാമോ? പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6, 7, 8 വായിക്കുമ്പോൾ മിസ്രൈമിലെ മൃഗസമ്പത്തിനും ഇസ്രായേലിയരുടെ മൃഗസമ്പത്തിനും തമ്മിൽ ദൈവം വ്യത്യാസം കൽപ്പിച്ചു. അതെന്തൊരു വ്യത്യാസമാണ്? മൃഗസമ്പത്തുകൾക്ക് വ്യത്യാസമോ? നോക്കൂ, ദൈവം തരുന്നതായ സമ്പത്തുകളെ നമുക്കിഷ്ടം പോലെ ഉപയോഗിക്കാനൊക്കത്തില്ല. എന്നാൽ ഫറവോന്റെയും മിസ്രൈമ്യരുടെ മൃഗസമ്പത്തുകളെ ഇഷ്ടം പോലെ അവർക്ക് ഉപയോഗിക്കാം. ദൈവം തരുന്ന സമ്പത്താണോ? ദൈവം നിനക്ക് നൽകുന്നതായ സന്തോഷമാണോ? ദൈവം നിനക്ക് തരുന്നതായ നീക്കിയിരിപ്പുകളാണോ? ദൈവം നിനക്ക് തരുന്നതായ അഹോവൃത്തിയാണോ? അത് നിന്റെ ഇഷ്ടം പോലെ ചെയ്യുവാൻ കഴിയത്തില്ല. അതിൻ്റെ മേൽ സ്വർഗത്തിനൊരു കൺട്രോളിംഗ് കാണും.
സ്വർഗത്തിനൊരു സ്വാധീനം കാണും. അതാണ് ദൈവം കൽപ്പിക്കുന്നതായ വ്യത്യാസം. അതാണ്. എന്നാൽ ലോക മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പത്തുകളൊക്കെയും അവർക്ക് ഇഷ്ടം പോലെ ചെലവഴിക്കാം, അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കാം. എന്നാൽ ഒരു ദൈവ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യവസ്ഥയുണ്ട്, അവർക്ക് പ്രമാണമുണ്ട്, അവരിൽ മേൽ ഒരു കൺട്രോളിങ് സ്വർഗത്തിൽ നിന്ന് കാണും. ദൈവത്തിന് സ്തോത്രം. അത് പത്രോസിനോട് ദൈവം പറഞ്ഞത്, കർത്താവ് പറഞ്ഞതായ ആ ഉപമ, നീ ഈ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ ഞാൻ സ്വർഗത്തിലും കെട്ടിവെച്ചിരിക്കുക, നിനക്കത് അഴിക്കാനൊക്കത്തില്ല. എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് ഏതെങ്കിലും കാര്യങ്ങൾ നിനക്ക് അഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ഭൂമിയിൽ വെച്ച് അഴിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് നമുക്ക് ദൈവം തൻ്റെ വചനത്തിൻ്റെ ആ പ്രഭാത ചിന്തയ്ക്കായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ വചനം, ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യം, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ഓർത്ത് ചഞ്ചലപ്പെടരുത്. ഇതൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു. എന്താണ് ലോകജാതികൾ അന്വേഷിക്കുന്നത്? എന്ത് തിന്നും, എന്ത് കുടിക്കും, എങ്ങനെ പണമുണ്ടാക്കാം, എങ്ങനെ സമ്പാദിക്കാം, എങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ വിജയം നേടാം എന്നവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത വാചകം പറയുന്നത്, സ്വർഗസ്ഥനായ ദൈവമോ തൻ്റെ മക്കൾക്ക് അത് ആവശ്യമെന്നറിയുന്നു. നോക്കൂ, ഇവിടുത്തെ വ്യത്യാസം നോക്കൂ. ലോക മനുഷ്യർക്കും ലോകജാതികൾക്കും ദൈവജാതികൾക്കും തമ്മിൽ ദൈവം വെച്ചിരിക്കുന്നതായ വ്യവസ്ഥ, വിശ്വാസത്തിന്റെ പ്രമാണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, ലോക മനുഷ്യർ ഇതൊക്കെയും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമെന്ന് ദൈവം അറിയുന്നു. അങ്ങനെ ദൈവം അറിയുന്നു എങ്കിൽ വാരിക്കോരി ഇഞ്ഞ് തരരുതോ? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മിസ്രൈമിന്റെ സമ്പത്തും ഇസ്രായേലിന്റെ സമ്പത്തിനും തമ്മിൽ ദൈവം ചില വ്യവസ്ഥകൾ വെച്ച് അതിനെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് ചില വ്യവസ്ഥകൾ അതിന്മേൽ നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമുക്ക് ആവശ്യമുള്ളത് എന്തെന്ന് ദൈവം അറിയുന്നു. ലോകജാതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെയല്ല. അവർ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. രാവിലെ മുതൽ അവർക്ക് വേദന തുടങ്ങുകയാണ്, അവർക്ക് ഹൃദയത്തിൽ വലിയ ഭാരം, അവർക്ക് വലിയൊരു ഞെരുക്കം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ബോധിപ്പിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ളതായ ഒരു ആദിയും ഒരാവലാതിയും ഒരു ഭാരവും ഞെരുക്കവും നിന്നെ തിന്നുകളയുന്നുണ്ടെങ്കിൽ ഇന്ന് നീ ലോകജാതികളുടെ ഇടയിൽ കിടന്ന് ഉഴലുന്നവനാണ്. മിസ്രൈമ്യ ആ ജനത്തിന്റെ ഇടയിൽ വ്യത്യാസം കൽപ്പിക്കപ്പെടാതെ നീ അവിടെ കിടന്ന് ഉഴന്നുകൊണ്ടിരിക്കുക. എന്നാൽ നീ ദൈവത്തിന്റെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ദൈവം പറയുകയാണ്, മോശ പറഞ്ഞതുപോലെ ദൈവം ചെയ്തു. നീ വിശ്വാസത്താൽ ഉച്ചരിക്കുമ്പോൾ, നീ അത് വിശ്വാസത്താൽ പ്രാവർത്തികമാക്കുമ്പോൾ ദൈവം അതിന്മേൽ വന്നത് സാധ്യമാക്കി തരുന്ന ഒരു ജീവിതം. അതാണ് ഈ ഭൂമിയിലെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആനന്ദം. അത്രയും ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം ഉള്ളവരെ പോലെ. കാരണം നിനക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് ദൈവം അറിയുന്നു. ഒരു വിശ്വാസത്തിന്റെ വാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ ദൈവ മനുഷ്യരെന്നുള്ളതായ ഒരടയാളം കൊണ്ട് ലോകത്തിൽ സകലതും നിനക്ക് സാധ്യമാക്കി തീരും, അല്ലെങ്കിൽ നിനക്കെല്ലാം അവകാശമാണെന്നുള്ളതായ ഒരു ചിന്ത ദൈവം അതങ്ങ് വെട്ടിമാറ്റുകയാണ്. കാരണം ദൈവം തരുന്നത് മാത്രം നിനക്ക് ഭക്ഷിപ്പാൻ ദൈവം വ്യവസ്ഥ കൽപ്പിക്കുന്നു. എന്തുകൊണ്ട്? ഒരു ദൈവ മനുഷ്യനായി ദൈവം നിന്നെ വളർത്തുവാൻ. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവ മനുഷ്യനായിട്ട് ദൈവത്തിന് നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ, ദൈവത്തോട് അനുരൂപപ്പെടുത്തുവാൻ ദൈവത്തിന് അങ്ങനെ ചെയ്യണം. നിന്നെ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരണം. എന്ത് തിന്നണം എന്ത് കുടിക്കണമെന്നുള്ളത് ലോക മനുഷ്യർ അവർ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ, എന്നാൽ നീ എന്ത് തിന്നണം എന്ത് കുടിക്കണമെന്ന് സ്വർഗം തീരുമാനിക്കുന്ന ഒരു ചിന്ത. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ജനത്തിന്റെയും മിസ്രൈം ജനത്തിന്റെയും തമ്മിൽ മൃഗസമ്പത്തുകൾക്ക് തമ്മിൽ ദൈവം വച്ചിരിക്കുന്നതായ വ്യവസ്ഥ. ദൈവത്തിന് മഹത്വം. അതിനു മുമ്പ് നീ ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. എന്താണെന്നറിയാമോ? ഞാൻ മിസ്രൈമിനെ പോലെ ആകില്ല, ഞാൻ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു, ഞാൻ ഇതാ കനാൻ ദേശത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ദൈവം നിന്നെ വിളിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു വ്യത്യാസം കൽപ്പിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വ്യവസ്ഥ കൊണ്ടുവന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്. എന്താണെന്നറിയാമോ? നീ ജാതികളുടെ ഇടയിൽ ഇടകലരരുത്. എന്താണ് ഈ ജാതികളുടെ ഇടയിൽ ഇടകലരരുത് എന്ന് പറഞ്ഞാൽ? ഈ ലോകത്ത് നിന്ന് പുറപ്പെട്ടു പോകണമെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോഴും നിനക്ക് എന്ത് തിന്നാം എന്ത് കുടിക്കാം
എങ്ങനെ ചിന്തിക്കാം, എങ്ങനെ സംസാരിക്കാം, എങ്ങനെ ഇടപെടാം, ഏതൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതൊരു വ്യവസ്ഥ നിന്റെ മേൽ ഇതാ ദൈവം കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ നീ ലോകമനുഷ്യരായിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയ്ക്ക് നിന്റെ മേൽ അധികാരമില്ല. നീ സ്വതന്ത്രനാണ്. എന്നാൽ ദൈവ മനുഷ്യനാകുമ്പോൾ നിന്റെ മേലിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നു. ആരാണ് നിയന്ത്രണം കൊണ്ടുവരുന്നത്? ദൈവം. ആ ദൈവത്തിന്റെ ഗുണമെന്താണ്? നിനക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് അറിയുന്നവനായ ഒരു ദൈവം. നിനക്ക് വേണ്ടി സകലതും തക്ക സമയത്ത് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു നിന്ന് നിനക്ക് ഇന്നത് ആവശ്യമുള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് നിനക്ക് തരുന്നവനായ ഒരു ദൈവം. ഈ ദൈവത്തിലുള്ള ആശ്രയമാണ് നമ്മെ സമാധാനമുള്ളവരാക്കി തീർക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുവാൻ സമാധാനം നൽകുന്നത്, പ്രത്യാശ നൽകുന്നത് ഇങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ കൂടെയാണ്. നാം കേവലം ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുവോ? യാക്കോബ് അപ്പോസ്തലൻ പറയാൻ, അയ്യോ കഷ്ടം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. പിശാചുക്കൾക്ക് വലിയ വിശ്വാസമാണ്. ദൈവമുണ്ടെന്ന് പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ട്. പിശാചുക്കൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിറയ്ക്ക പോലും ചെയ്യുന്നതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്തായാലും നമ്മൾ സാധാരണ ദൈവത്തിന്റെ സന്നിധിയിൽ വിറയ്ക്കാറൊന്നുമില്ല. കാരണം എന്താ അറിയാമോ? നമ്മൾ എപ്പോഴും ദൈവത്തെ അറിഞ്ഞവരെന്നും ദൈവം നമ്മുടെ സ്വന്തമെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നവരുമൊക്കെയാണ്. എന്നാൽ ദൈവം നമ്മോട് മഹാദയാലുവായി കാണുന്നതിനാൽ, കരുണയുള്ളവരായി കാണുന്നതിനാൽ നമ്മുടെ കുറവുകളെ നമുക്ക് അതാത് സമയം ഓർമ്മിച്ച് നമുക്ക് മാനസാന്തരപ്പെടുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാഗ്രതയുള്ള ദൈവേഷ്ടം ചെയ്യുന്നതായ പ്രിയ മക്കളായി നമുക്ക് ജീവിക്കുവാനും ദൈവം ചില വിലയേറിയ അവസരങ്ങൾ ഒരുക്കുന്നു. ദൈവത്തിൻ്റെ ജനത്തിനും മിസ്രൈമ്യ ജനത്തിനും തമ്മിൽ വ്യത്യാസം മോശ കൽപ്പിച്ചപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ മിസ്രൈമ്യയിലെ ജനത്തിന് അവർക്ക് കഠിനപ്പെടുന്ന ഹൃദയം. നീ ദൈവത്തിന്റെ ജനമായി വ്യത്യാസം കൽപ്പിക്കപ്പെട്ടവനാണെങ്കിൽ നിന്റെ ഹൃദയം കഠിനമാക്കരുത്. ഇന്ന് നിങ്ങൾ അവന്റെ വചനം കേൾക്കുന്നുവെങ്കിൽ മെരീബായിലെ പോലെ നിന്റെ ഹൃദയം കഠിനമാക്കരുത്. ദൈവത്തിന് സ്തോത്രം. നീ നിനക്ക് തന്നെ ഒരു വ്യത്യാസം കൽപ്പിക്കണം. നീ ആ വ്യത്യാസം കൽപ്പിക്കുമ്പോൾ നീ കൽപ്പിക്കുന്ന വിശ്വാസത്തിന്മേൽ ദൈവപ്രസാദമുണ്ടായിട്ട് ദൈവം അത് ശരിവയ്ക്കുന്നു. നിന്നെ സ്വർഗസ്ഥനായി ദൈവം അംഗീകരിക്കുന്നു. നിന്നെ സ്വർഗീയനായി ദൈവം അംഗീകരിക്കുന്നു. സ്വർഗീയ മക്കളായി ദൈവത്തിന് സ്തോത്രം. ഉയരത്തിലെ ചിന്തയുള്ള മനുഷ്യരായി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്തിൽ ഭാരങ്ങളില്ല. എന്ത് തിന്നുമെന്നൊരു ഭാരമില്ല, എന്ത് കുടിക്കുമെന്നൊരു ഭാരമില്ല, എന്ത് ഉടുക്കുമെന്നൊരു ഭാരമില്ല. കാരണം എന്താണെന്നറിയാമോ? അതെല്ലാം വേണ്ടാഞ്ഞിട്ടാണോ? തീർച്ചയായിട്ടും വേണം. എന്നാൽ അത് എന്ത്, എവിടെ, എങ്ങനെ ആവശ്യമെന്ന് അറിയുന്ന ഒരു നല്ലൊരു നായകൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. അവന്റെ നടത്തിപ്പാട് നമ്മെ നിത്യവും ആനന്ദത്തിലേക്ക് കൊണ്ടുവരുന്നത്, അത് സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ കൂടെ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം: നീ മിസ്രൈമ്യനോ അതോ ഇസ്രായേലിയനോ? നിനക്ക് തമ്മിൽ നീ ഒരു വ്യത്യാസം കൽപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ നീ കൽപ്പിക്കുന്ന വിശ്വാസം സ്വർഗത്തിൽ യേസ് കൽപ്പിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നീ ഈ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. എന്നാൽ ഈ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ദൈവത്തിന് മഹത്വം. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നതായ വചനം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ്. അതിങ്ങനെയാണ് വായിക്കുന്നത്: എന്ത് തിന്നും, എന്തുടുക്കും എന്ന് നീ നാളേക്കായി നീ ഭാരപ്പെടരുത്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം: എന്തു തിന്നും, എന്തു കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വക ഒക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. അവർ അന്വേഷിക്കുന്നു, പക്ഷെങ്കിൽ നിങ്ങൾക്കോ ഇത് നിനക്ക് ആവശ്യമെന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അവൻ നിനക്കായി കരുതുന്നുണ്ട്. അവൻ നിനക്കായി കരുതിയിട്ടുണ്ട്. നിനക്ക് എന്ത് സംഭവിക്കുന്നു, എന്ത് വേണം, നീ എന്താണ് നാളെ നിനക്ക് സംഭവിക്കാൻ പോകുന്നെന്നുള്ളത് സ്വർഗത്തിൽ ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിന് കീഴിൽ നീ നടക്കുമ്പോൾ, ആ പ്രമാണത്തിൽ ആശ്രയിച്ച് നീ നടക്കുമ്പോൾ, നിന്റെ മേൽ വന്ന് അല്ലെങ്കിൽ നിന്നോട് ഒപ്പം നടക്കുവാൻ നിനക്ക് വേണ്ടി ദൈവം ഒരു ദൂതനെ കൽപ്പിച്ചാക്കുന്നു. എന്തിനാണെന്ന് അറിയാമോ? വഴിയിൽ വെച്ച് ദൈവം നിനക്കായി കൽപ്പിച്ചിട്ടുള്ളതൊന്നും ശത്രു തൊടാതിരിക്കുവാൻ, അവൻ നിനക്ക് മറവായി ഇരിക്കാതിരിക്കേണ്ടതിന് വേണ്ടി ദൈവം നിന്റെ മുൻപിൽ ദുർഘടങ്ങളെ മാറ്റി അവനാൽ നിയമിക്കപ്പെട്ട ഒരു ദൂതൻ നിനക്ക് മുമ്പായി കടന്നു പോകുന്നു. അവൻ നിനക്ക് വഴികളെ സുഗമമാക്കി തരുന്നു. കാരണം നിനക്ക് എന്താവശ്യമെന്ന് അവൻ അറിയുന്നു.
അവിടുന്ന് ഒരു കൽപ്പനയുണ്ട്. എന്നാൽ ലോകമനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അന്വേഷിക്കുക, രാവിലെ മുതൽ അവർക്ക് വേവലാതിയാണ്. അന്വേഷിച്ച് അവർ ഓടുകയാണ്, അന്തമില്ലാത്ത ഓട്ടം. നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസത്തിന്റെ വാക്ക് എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നു, അവൻ എനിക്ക് ആവശ്യമുള്ളതൊക്കെയും അറിയുന്നു, അവൻ തരുന്നത് എനിക്ക് മതി എന്നുള്ളതായ ഒരു ചിന്ത. ലോകമനുഷ്യർക്കും നിനക്കും തമ്മിൽ നീ ഒരു വ്യത്യാസം കൽപ്പിക്കുമ്പോൾ ദൈവം നിന്റെ വ്യത്യാസം, നീ കൽപ്പിച്ചതായ വിശ്വാസത്തിന്മേൽ സ്വർഗം അതിന് ആമീൻ പറയുന്നു. ക്രിസ്തീയ ജീവിതം എത്ര മഹത്വകരമാണ്! ഈ സന്തോഷം എത്ര പേർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു? ഈ ഭൂമിയിൽ ഈ സന്തോഷം അനുഭവിക്കുവാൻ ഭാഗ്യം കിട്ടിയ ജനം അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരുടെ ഭവനത്തിൽ അനുഗ്രഹം കടന്നു വരുന്നു. നിലവിളിയില്ല, മുറവിളിയില്ല, ആവലാതിയില്ല, വേവലാതിയില്ല, പരാതികളില്ല. അവർ സന്തോഷത്താൽ സമാധാനത്താൽ നിറഞ്ഞൊരു ഭവനം, അവിടെ ആനന്ദം കെട്ടി നിൽക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ആവശ്യമുള്ളത് തിരിച്ചറിയുന്നവനായ, അതാത് സമയത്ത് അവർക്ക് വേണ്ടി കരുതി കൊടുക്കുന്നതിനായ ഒരു ദൈവത്തിൽ അവർ ആശ്രയം വയ്ക്കുന്നതിനാൽ ലോകജനങ്ങൾക്കും നിനക്കും തമ്മിൽ ഒരു വ്യത്യാസം ഇന്ന് പകൽക്കാലം നിനക്ക് കൽപ്പിക്കാമെങ്കിൽ, നിനക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസം നിനക്ക് കൽപ്പിച്ച് വിശ്വാസത്താൽ കൽപ്പിക്കാമെങ്കിൽ, ആ കൽപ്പനയിന്മേൽ ദൈവത്തിന്റെ ആശീർവാദം, അനുഗ്രഹം ഉണ്ടാകും. നീ അങ്ങനെ ദൈവ മനുഷ്യനായി തീരും. നിന്റെ സമ്പത്തുകളും മൃഗസമ്പത്തുകളുമെല്ലാം സ്വർഗത്തിൽ നിന്ന് ഒരു വിവേചനം ഉണ്ടായിട്ട് അതിന്മേൽ ദൈവം അതിനെ കൺട്രോൾ ചെയ്യുന്നതായ ഒരു അനുഭവം, ജീവിതത്തിൽ ആനന്ദകരമായ ഒരു ക്രിസ്തീയ ജീവിതം അനുഭവിക്കുവാൻ ഈ വചനങ്ങൾ ദൈവം നിന്നെ സഹായിക്കുമാറാകട്ടെ. നിന്റെ കുടുംബത്തെ സഹായിക്കട്ടെ. നിന്റെ കുടുംബത്തിൽ ആശ്വാസവും സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരുവാൻ ദൈവത്തിലുള്ളതായ ഈ ആശ്രയം നിനക്കുതകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.